ഹലോ, എന്നെ തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യം പോയി ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? ഹെയർ കട്ട്. ഐ ഫീൽ കുറഞ്ഞൊരു സമയം കൊണ്ട് ഒരാളുടെ മുഖത്തിന് ഒരു മാസീവ് ഡിഫറൻസ് കൊണ്ടുവരാൻ ഹെയർ കട്ടിനെ കഴിഞ്ഞുള്ളൂ മറ്റെന്തും. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഒരു ഹെയർ കട്ട് അല്ലെങ്കിൽ ഒരു ഹെയർ മേക്ക് ഓവർ കഴിയുമ്പോഴേക്കും നമ്മുടെ കോൺഫിഡൻസിൽ വരുന്നൊരു മാറ്റം അല്ലെങ്കിൽ നമ്മുടെ മൂഡിന് വരുന്നൊരു ഡിഫറൻസ്. ഇതിന്റെ മെയിൻ റീസൺസ് എന്താണെന്ന് അറിയാമോ? ദ ഫസ്റ്റ് തിങ് ഈസ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതുകൊണ്ടും ഒരു പുതിയ ഹെയർ കട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതുകൊണ്ടും നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോൺസ് ആയ ഡോപ്പമിൻ ഒത്തിരി റിലീസ് ആവുന്നതാണ് പറയപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം ഈസ്, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലൈഫിന്റെ സ്റ്റേജിലൂടെ പോകുമ്പോൾ ഹെയർ കട്ട് ബ്രിങ്സ് ഒരു എന്താ പറയുക, ഒരു സെൻസ് ഓഫ് കൺട്രോൾ. ബിക്കോസ് നമ്മളാണല്ലോ എന്ത് ഹെയർ കട്ട് വേണമെന്നും അല്ലെങ്കിൽ എന്ത് ഹെയർ കളർ വേണമെന്നൊക്കെ ചൂസ് ചെയ്യുന്നത്. പിന്നെ പല കൾച്ചേഴ്സിലും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഹെയറിൽ പഴയ മെമ്മറീസ്, ട്രോമ ഇതെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസമുള്ളവർക്ക് ഹെയർ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര റിലീഫ് ഫീൽ ചെയ്യാറുണ്ടാവും. ആഫ്റ്റർ ദ ഹെയർ കട്ട് എനിക്ക് കുറച്ച് ഉണർവ് ഉന്മേഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, ഒന്ന് റീസെറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും പോയി ഹെയർ കട്ട് ചെയ്യൂ. ഇതിന് ശേഷം അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചീത്ത വിളിക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.